കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ ചോറ് കൊണ്ടുപോകാനായിട്ട് ചോറ് വെച്ചു. പിന്നെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ അത് ഏട്ടന് കൊണ്ടുപോകാനായിട്ട് ഞാൻ തണുക്കാനൊരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെച്ചു. പിന്നെ തോരൻ ഉണ്ടാക്കി. പിന്നെ മീൻകറി ഇന്നലത്തെ ഉണ്ടായിരുന്നു, അതെടുത്തു. പിന്നെ അരിദോശ കുറച്ചേ ഉള്ളായിരുന്നു, അതും ഉണ്ടാക്കി. ചായ ഇട്ട് വെച്ചു. അപ്പോൾ കഴിക്കാൻ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ 2 ഗോതമ്പ് ദോശയും കൂടെ ഉണ്ടാക്കി. അങ്ങനെ മീൻകറിയും ചൂടാക്കി ഏട്ടന് ചോറൊക്കെ കൊടുത്ത് ഏട്ടൻ അങ്ങനെ ജോലിക്ക് പോയി. ഏട്ടനൊരു 6:30 ആകുമ്പോഴത്തേന് പോകുമേ. അങ്ങനെ ഏട്ടൻ ജോലിക്ക് പോയി. മാറും മക്കളെ, ആ തീ ചൂടാവിടെ ഇവിടെ നീക്ക്. ഇറങ്ങിയ ഇവിടെ നോക്കടി. അങ്ങനെ അവരച്ഛനും അമ്മയും ജോലിക്ക് പോയി. ചേട്ടൻ രാവിലെ പോയി. കൊച്ചുമോൻ എന്തോ കിടന്ന് ഊഞ്ഞാലാടുന്നു. മോക്ക് നൈറ്റായിരുന്നു, മോള് പോയി. ഒരാൾ ഉറക്കത്തിൽ നിന്നിട്ടതേ ഉള്ളൂ. അയാൾ 7:45 8 മണിയായിട്ടേ പോകത്തുള്ളൂ. തുണിയെല്ലാം കഴുകിയിട്ടു. ചെറിയ വെയിലുണ്ട്, എന്നാലും മഴക്കോളും ഉണ്ട്. ഇവിടെ ഇത്ര എടുത്ത പോച്ച പറിച്ച് കൂട്ടുകാരെ ഭയങ്കര ഉറുമ്പ്. അപ്പോൾ അതുകൊണ്ട് പോച്ച പറിക്കാൻ നിർത്തി. ഭയങ്കര കടി, നല്ലപോലെ കടിച്ചെനിക്ക് നോവുന്നുണ്ട്. പിന്നെ വേണ്ട ഇനി ഇത്ര ഇടവും കൂടെ ഉണ്ട്, അതൊന്നും പോച്ച പറിച്ചെടുക്കണം. ഒറ്റയ്ക്കുള്ളതുകൊണ്ട് മടി. അപ്പോൾ വീഡിയോ എടുക്കുന്ന എൻ്റെ കൊച്ചുമോനാണ് കൂട്ടുകാരെ. എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പോത്ത് വാങ്ങിച്ചെന്നെ കാണുന്നില്ല. കാണുന്നില്ലേ? കാണാം ബേൽ കൊണ്ട് കാണുന്നില്ല. ഇല്ലേ? ഇപ്പം കാണാം. ആണോ? കാണത്തില്ലേ? കാണാം. അതിൻ്റെ കൂട്ടാൻ ബേക്കറി വന്നിരിക്കുന്നു. കുട്ടാൻ ബേക്കറി, നാറ് കുട്ടാൻ ബേക്കറി. അവളെയും കാണാം. അവളെയും ഒന്നും മാറ് വച്ചാവട്ടെ, കാലിൽ ഉറുമ്പ് അടിച്ച് കൊല്ലുന്നില്ലേ. അപ്പം മാവിൻ്റെ മൂട്ടി കുറച്ച് കുപ്പികളൊക്കെ കിടപ്പുണ്ട്. അത് നമ്മൾ ചെടി നടാനായിട്ട് കൊണ്ടുവച്ചിരിക്കുകയാണ്. അതാ കളയാതിരിക്കുന്നത്. ഒരു മഴ പെയ്യുമ്പോഴത്തേനങ്ങ് പോച്ച പൊടിക്കുക കൂട്ടുകാരെ. കണ്ടോ, കുഞ്ഞത് അവിടെ നിന്നെല്ലാം ചെത്തി പറക്കിയിട്ട് ഇങ്ങനെ പറക്കി കളയുക. ഉണക്കാകുമ്പോഴേ ഉള്ളൂ നമ്മുടെ മുറ്റം നല്ലതാണ്. ഉണക്കാകുമ്പോഴേ ഉള്ളൂ നമ്മുടെ മുറ്റവും പരിസരമൊക്കെ ഒരുവിധം വൃത്തിയായിട്ട് എടുക്കുന്നത്. ബാക്കിയെല്ലാം പിന്നെ എപ്പോഴും പോച്ച. ഒരാളതിൻ്റെ പുറകിനിരിക്കണം. നമുക്കിനി വൈകിട്ട് ചോറൊക്കെ വെക്കാം. രാവിലെ വെന്ത ചോറ് കഴിച്ചതിന് മിച്ചം ഇത്രയേ ഉള്ളൂ. ഇനി ചോറൊക്കെ വെക്കണം. അടുപ്പിൽ ചാരം വരട്ടെ. അപ്പോൾ അടുപ്പിൽ നിന്ന് വാരി ചാരമൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അവിടെ ഒരു വഴുതന നിൽപ്പുണ്ട്. അതിൻ്റെ മൂട്ടിൽ പാവലിൻ്റെ മൂട്ടിലൊക്കെ ഇടണം. കണ്ടു കൂട്ടരെ, നമ്മുടെ വെള്ളക്കാന്താരി. നമുക്കിവിടെ ഒരു മൂട് പാവലുണ്ട്, അതിൻ്റെ മൂട്ടിലിട്ട് കൊടുക്കാം. ഇപ്പോൾ 2-3 പാവലിൻ്റെ വിത്തിരിപ്പുണ്ട്, അത് നട്ട് വെക്കണം. ദേ കണ്ടോ പാവല്, വെള്ളക്കാന്താരി 3 മൂട് വെള്ളക്കാന്താരി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ചാഞ്ഞ് കിടക്കുക. കഴിഞ്ഞ മഴയത്ത് ചാഞ്ഞ് പോയതാ. പിന്നെ അതൊരു കമ്പൊക്കെ കുത്തി നിർത്തണം, നേരെയാക്കണം. അപ്പം നമ്മുടെ നീല ഉണ്ടമുളക് ഇന്നത്തിൽ കുറേയൊക്കെ ആവുന്നുണ്ട് കേട്ടോ. അതൊക്കെ എൻ്റെ മക്കൾ പറിച്ചുകൊണ്ട് പോവുകയാണ്. കണ്ടോ, ഉണക്കമീനൊക്കെ വറക്കുമ്പോഴൊക്കെ ഇടാനൊക്കെ നല്ലതാണ്. അവന്മാരെ തന്നെ പിച്ചിക്കൊണ്ട് പോകും. കോവയ്ക്കുണ്ടോ കൂട്ടാതെ. അപ്പം ഞാൻ രാവിലെ ഞാൻ ഇതിനകത്തോട്ട് ഇറങ്ങിയില്ല. നമുക്ക് കിട്ടിയ നിത്യവഴുതനങ്ങ, പയർ, പിന്നെ കുറച്ച് കരിയാപ്പില എടുത്ത് ഞാൻ കോവയ്ക്ക വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചു. ഇനി അരി കഴുകാം. വെള്ളം ചെറുതായിട്ട് ചൂടായി കേട്ടോ. തിളയ്ക്കാറാകുമ്പോഴത്തേന് അരി കഴുകിക്കൊണ്ടുവരാം. നമ്മളിവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി കഴുകിയെടുക്കട്ടെ. അരി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി അരി അടുപ്പത്തിട്ട്
അപ്പോൾ നമുക്ക് അരിയൊക്കെ അടുപ്പത്തിട്ടു. അങ്ങനെ ജോലിയൊക്കെ ഒരു ഇതായി. ഇനി കറി വെക്കണം, അതേ ഉള്ളൂ. അപ്പോൾ ഞാനത് ഇച്ചിരി എളുപ്പം കറി വെക്കാം, അതുകൊണ്ട് ചിലപ്പോൾ വീഡിയോ പിടിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. കാരണം നമുക്കിന്ന് നമ്മുടെ ചന്ദനപ്പള്ളിയിലെ പെരുന്നാൾ ലാസ്റ്റ് തീരുന്ന ദിവസമാണ്. അപ്പോൾ ഇതുവരെ മഴയൊന്നും ഇല്ല, കുഴപ്പമില്ല, അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എല്ലാ കൊല്ലവും ഞങ്ങൾ ഈ സമയം ആകുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുന്നതാണ്, ചെമ്പെടുപ്പൊക്കെ കാണാനായിട്ട്, റാസ കാണാനായിട്ടൊക്കെ ചെല്ലുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം മോക്ക് നൈറ്റാണ്, അപ്പോൾ അതുകൊണ്ട് അങ്ങ് മടിച്ചു. അപ്പോൾ പോകാൻ മടിച്ചപ്പോൾ ഏട്ടനും പിന്നെ പറഞ്ഞു, എന്നാൽ നേരത്തെ ഒരുങ്ങിയിരിക്കുക, അവിടെ കൊണ്ട് അവളെ കാണിച്ചിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന്. കാരണം അവിടോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഇങ്ങോട്ട് വരണമെന്ന്, ഇച്ചിരി നേരം അവിടെയൊക്കെ ഇരിക്കാൻ നമുക്ക് മനസ്സാണല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാ കൊല്ലവും പോകുമ്പോൾ കുറേ നേരം അവിടെ പള്ളിയിലൊക്കെ ഇരിക്കും. ആ സമയത്തൊക്കെ മോക്ക് ഡേയോ അല്ലെങ്കിൽ അവധി എടുക്കുകയൊക്കെ ചെയ്യും. നൈറ്റ് ആകുമ്പോൾ അങ്ങനെ അവധി എടുക്കാൻ അങ്ങനെ പറ്റത്തില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ അല്ല, ഡേ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവധി എടുത്തേനായിരുന്നു, അവധി എടുത്തിട്ട് നേരത്തെ പോയേനായിരുന്നു. പറ്റിയില്ല, അതുകൊണ്ട് വൈകുന്നേരം. അപ്പോൾ അങ്ങനെ ഏട്ടൻ വരുമ്പോഴത്തേനും അപ്പോൾ ഇനിയും കുളിച്ചൊരുങ്ങിയിരിക്കണം. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വേണം മോളെ അങ്ങോട്ട് ഏടരയ്ക്ക് അങ്ങ് ആശുപത്രി കൊണ്ടുവിടാനായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ കൂട്ടുകാരേ.